ട്രാവലിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായുടെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ 7 മണിക്ക്. എന്നിട്ട് ഒരു ഓട്ടോയ്ക്ക് ഞങ്ങൾ ചോറ്റി വരെ വന്നു. അവിടുന്ന് കോട്ടയം ബസ്സിന് കയറി ഞങ്ങൾ കോട്ടയത്ത് വന്നു. കോട്ടയത്തു നിന്ന് ഒരു ട്രെയിൻ പിടിച്ച് പരശുറാം എന്ന് പറയുന്ന ട്രെയിനെ കയറി എറണാകുളം നോർത്തിൽ വന്നു. എറണാകുളം നോർത്തിൽ നിന്ന് ഞങ്ങൾക്ക് സൗത്തിലാണ് ഗോവയ്ക്ക് സ്ട്രെയിറ്റ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ എറണാകുളം നോർത്തിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മ വെച്ച് ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി. 2-3 ലെയർ മുകളിലോട്ട് പോയിട്ട് രണ്ടാമത്തെ എലവേറ്ററിൽ കയറി പോകുമെന്ന് ഓർത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ പക്ഷേ അങ്ങനെ എല്ലാവരും ഗൈസ്. മുകളിൽ നിന്ന് ഇനിയും 2 ലെയർ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ താഴെ വന്നിട്ട് സൈഡിൽ ഇപ്പുറത്തുള്ള 2 എലവേറ്ററിൽ കയറി മുകളിലോട്ടായിരുന്നു. എന്നുവെച്ചാൽ അത് ഇപ്പുറം സൈഡിലോട്ടാണ് ഉണ്ടായിരുന്നു. അങ്ങോട്ടങ്ങ് പോകണം, അങ്ങനെയായിരുന്നു. അപ്പോൾ പപ്പാടി ഇരിക്കുന്നതാണ് ടിക്കറ്റ്, ഞങ്ങൾക്ക് കയറി പോകാനുള്ള ടിക്കറ്റ്. അപ്പം നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് ഞങ്ങൾ നടന്ന് കയറുവാണ്. ഇപ്പം കയറിയത് അതാണ് ടിക്കറ്റ്. അതിൻ്റെ ഒരു QR കോഡ് ഉണ്ട്. അതവിടെ കാണിച്ചാൽ അവർ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യും. സൂക്ഷിച്ച് പിടിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കും. 2 ചേച്ചിമാർ ഞങ്ങളുടെ കൂടെ തന്നെ കയറാൻ വന്നതായിരുന്നു. ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ മെട്രോയിൽ തന്നെ കയറി. ഇവിടുന്ന് റൈറ്റിലോട്ടായിരുന്നു. ഇതാണ് ട്രാക്ക്. മഞ്ഞുമലയുടെ അപ്പുറത്തോട്ട് കിടക്കലെന്ന് പറഞ്ഞു. എന്നാലും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കിടന്നു. പെട്ടെന്ന് അപ്പുറത്തോട്ട് പോകുന്നു. എന്നിട്ട് ട്രാക്ക് ഈയിടെ പണിതേ ഉള്ളൂ, പുതിയ ട്രാക്കാണ്. ഇതാണ് അതിൻ്റെ സ്റ്റേഷൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടുന്ന് ഇതൊരു സൈഡ്, 2 സൈഡിൽ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു. ഇതിൻ്റെ നേരെ ഇപ്പുറത്താണ് ഞങ്ങളുടെ മെട്രോ വരുന്നത്. അപ്പം ഇവിടെ ആയിട്ട് ഇപ്പം മെട്രോ വരും. ഒരു ബ്ലൂ കളർ മെട്രോ ആയിരുന്നു. ആ ട്രാഫിക് പോലീസിനോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ മെട്രോ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ഇവിടെയാണ്, ഇവിടെ നിന്നോന്ന് പറഞ്ഞു. അധികം നേരവും നിൽക്കേണ്ടി വന്നില്ല. 2 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മെട്രോ വന്നു. അത് നിർത്തി കഴിഞ്ഞ് കയറാനുള്ളതായിരുന്നു. പുറകിൽ നിന്ന് കുറേ പേരൊക്കെ ഇടിച്ചു വന്ന് കയറൊക്കെ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇടിച്ചു വന്ന് കുറേ പേര് കയറിയെന്നൊക്കെ ഓർത്ത്. പക്ഷേ വലിയ ആളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ കയറാൻ വലിയ ആളൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് നല്ല ആളായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നിറച്ച ആളായിരുന്നു. പിന്നെ മണ്ടയിൽ നിന്ന് നല്ല കാഴ്ചയാണ്, ഈസി ആയിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ഡോറും MG റോഡ് സ്റ്റേഷൻ എത്തി. മഹാരാജാസ് കോളേജിലൂടെ കഴിഞ്ഞ് ഇങ്ങനെയാണ് എറണാകുളം സൗത്ത് എത്തുന്നത്. നിറച്ച ആളായിരുന്നു. ഇരിക്കാനൊന്നും അവിടെ കിട്ടിയില്ല. പിന്നെ ബാഗൊക്കെ സൈഡിലോട്ട് വെച്ച് പതുക്കെ അവിടെ നിന്നു. ഞാൻ പിന്നെ ഡോറിൻ്റെ അടുത്തോട്ട് എത്തി വലിഞ്ഞ് നോക്കുമ്പോൾ അപ്പ വിളിച്ച് പുറകോട്ട് വലിച്ചു മാറ്റി നിർത്തും. എന്ന് വെച്ചാൽ ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടേ കൂടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത് മൈക്കിനകത്തൂടെ ഇതിനകത്ത്. എന്നാലും കേൾക്കാതെ പോയി നോക്കും. പിന്നെ ഉള്ള ശക്തിക്ക് വലിച്ച് നിർത്തിക്കുമ്പോൾ പുറകോട്ട് അപ്പ വിളിച്ച് നിർത്തിക്കുമ്പോൾ ഉള്ള ശക്തിക്ക് വലിയ നോക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കാണാനായിട്ട് നല്ല കാഴ്ചയാണ്. നമ്മൾ ഈ കെട്ടിടങ്ങളുടെ താഴെ നിൽക്കുമ്പോൾ അതിൻ്റെ ഡോറൊക്കെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഡോറല്ല, കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം എല്ലാ കെട്ടിടത്തിൻ്റെ ടെറസാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അങ്ങനെ എത്താറായിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം. അങ്ങനെ ഇപ്പോൾ എത്തും. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് തോളയിലിട്ടു. പപ്പ വന്ന് ബാഗൊക്കെ നിൽക്കാൻ ചാടി വെച്ച് അവിടെ ചാടി വെച്ചേക്ക് നിലത്തായിട്ട്. അപ്പോൾ ഞങ്ങളതെടുത്ത് തോളയിലിട്ടു. അങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾക്ക് അവസാനം ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആവാറായപ്പോഴത്തേക്കിനും ഒരു സീറ്റ് കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഡോറിൻ്റെ അടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ ഓർത്ത് ഞങ്ങൾ ഇരുന്നൊന്നുമില്ല. ബാഗൊക്കെ എടുത്ത് തോളയിലിട്ട് അവിടെ തന്നെ നിന്നു. അത്യാവശ്യം അടുത്ത് തലാവുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ കയറാനായി ഇല്ലായിരുന്നു. ആ ചേട്ടൻ അവിടെ കയറാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കൃത്യം പുള്ളിക്കാരനെ മുന്നോട്ടം ചാടി ഇറങ്ങിയാൽ പുള്ളിക്കാരിൽ പെട്ടെന്ന് കയറാനും പറ്റില്ല. പിന്നൊരു 11-11 ആയപ്പോഴേക്കും ഞങ്ങൾ ദാഹിച്ചിട്ട് ഒരു ലൈൻ കുടിക്കാൻ കയറി. പപ്പ ലൈൻ കുടിച്ചു. എനിക്കൊന്നും കുടിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും കുടിച്ചില്ല. അങ്ങനെ കുടിച്ചിട്ട് ട്രെയിനിൽ കയറി. ട്രെയിൻ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ബർത്തിൻ്റെ മണ്ടയിൽ കയറുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് 4:30 ആയപ്പം ബോറടിച്ചിട്ട് ഞാൻ എല്ലാവരെയും അമ്മേനെയൊക്കെ വിളിച്ച് മിണ്ടുമായിരുന്നു. പപ്പയുടെ കൂടെ ഞാൻ ട്രെയിനിൽ വെച്ച് അമ്മേനെയൊക്കെ വിളിച്ച് മിണ്ടി. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ പുഴയായ ഭാരതപ്പുഴയുടെ മുന്നിൽ കൂടെ പോകുന്നത് നല്ല ജീവന പ്രകൃതി രമണീയമായ സ്ഥലം, നല്ലൊരു പാലമൊക്കെ കാണാൻ പറ്റി. അപ്പുറത്തൂടെ ട്രെയിൻ വരുന്നതാണ്. ഞാൻ ട്രെയിൻ വരുന്നൊക്കെ പറഞ്ഞ് നോക്കി മീനൊക്കെ ചാടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണാനൊന്നും കിട്ടിയില്ല ഗൈസ്. ഒന്നും വന്നൊന്നുമില്ല. നോക്കി കിട്ടിയില്ല ഗൈസ്. ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാം ഇങ്ങനെ വരുന്നതായിരുന്നു. പിന്നെ ഞങ്ങളപ്പുറത്തെത്തി. താഴോട്ട് നോക്കുമ്പോൾ മൊത്തം പ്ലാസ്റ്റിക്കാണ് കിടക്കുന്ന, പ്ലാസ്റ്റിക് കവറുകൾ. അപ്പോൾ എനിക്ക് ഇത് കാണുന്നവരോടൊക്കെ കാര്യം പറയാനുള്ളൂ, പുറത്ത് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ വൃത്തികേടാക്കരുത്. പറ്റുന്നപ്പോൾ ക്ലീൻ ചെയ്യാനും നോക്കണം.
വന്നപ്പോൾ ഇവിടെ കൃത്യം മുന്നിലൊരു കെട്ടിടം, അത് ഷൊർണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിന് പഞ്ചായത്തിൻ്റെ ഓഫീസെങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിലും മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഓഫീസായിരിക്കും, മുന്നോട്ട് ഇറങ്ങുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുമായിരിക്കും. പിന്നെ 3:45 ഞങ്ങൾ എണീറ്റ് 4 മണിക്കാണ് തിരുവനന്തപുരം സ്റ്റേഷനിൽ വരുന്നത്. അങ്ങനെ ഞാൻ ഗോവയിൽ കാലി കുത്തി ഗൈസ്, ഗോവയിൽ ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ബാന്തയിലെ സ്കൂളിൻ്റെ മാനേജർ ഫാദർ റോബിൻ ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങളിറങ്ങി രാവിലെ വരാറായി. പിന്നെ രാവിലെ 8:30 മടുത്തിട്ട് ഒരു കുളത്തിൽ കുളിക്കാൻ വന്നു. അവിടെ വന്ന് കുളിച്ച് കൊഞ്ചൽ പായലാണ്, തെറ്റിയടിച്ച് അവിടെ വീണാൽ അവിടെ കിടക്കും, എണീറ്റ് പോകാൻ പോലും പറ്റത്തില്ല, നടുവ് ഓടുന്ന അവിടെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ കല്ല് കണ്ടു, ഇങ്ങനെ കൊട്ടുമ്പോൾ ഇരുമ്പിൻ്റെ ഇരുമ്പയിലൊക്കെ കൊട്ടുന്ന പോലത്തെ ഒച്ചയൊക്കെ കേൾക്കുന്നത് വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും കയറി. പിന്നെ ഒരു ഉച്ചയായത്തേക്കിനും ഇപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഗോവയിലുണ്ട്. ഗോവ എന്ന് പറയുന്നതിലും ഇവിടെ ഒരു സ്ഥലമാണ്. ഗോവ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ അടുത്തായിട്ട് ബാന്ത ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ബക്ഷിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കുരിശുപണി നടക്കുകയാണ്. ഇനിയുള്ള വീഡിയോസിനകത്ത് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും